ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് ഡി റിക്വയർഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു വരെയാണ്. ഇനി നമുക്കിത് അറിയുന്ന കാര്യമാണ്. ഡി ഓക്കെ ഇവിടെയാണ്. ഇനി നമുക്കിതിന് കവർ ഇട്ട് കൊടുക്കണമല്ലോ. കവർ നമുക്ക് അസ്യൂം ചെയ്യാം. 75 mm കവർ അസ്യൂം ചെയ്തു. പിന്നെ ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നത്? മിനിമം നമ്മൾ എത്ര യൂസ് ചെയ്തിരിക്കണം? മെയിൻ ബാറിന് 16 mm ഡയമീറ്റർ മിനിമം യൂസ് ചെയ്തിരിക്കണം, റൈറ്റ്? അപ്പം 75 mm ക്ലിയർ കവർ ആൻഡ് 60 mm മെയിൻ ഡയമീറ്റർ ഈസ് യൂസ്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ തിക്നെസ് എത്ര റെക്കോർഡായിരിക്കും? ഡി ഉണ്ട്, കവറുണ്ട്, പ്ലസ് ഡയ ഡിവൈഡ് ബൈ 2 ഉണ്ട്. അപ്പം 317 ഹോൾ നമ്പറിന് വേണ്ടി നമ്മൾ 350 mm കുറച്ച് കൂട്ടിയെടുക്കുന്നു. ഇനി any circumstances we can provide at the top എത്ര നമുക്ക് പ്രൊവൈഡ് ചെയ്യാം? 200 mm തിക്നെസ് മിനിമം എപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. അത് അസ്യൂം ചെയ്ത് ഇടാം. പ്രൊവൈഡ് ചെയ്യാൻ മിനിമം ഓഫ് 200 mm തിക്നെസ് അറ്റ് ദ ബോട്ടം ഓഫ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റെമ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മളെ സ്റ്റെമ്മിൻ്റെ ഡീറ്റെയിൽസായി, താഴത്തെ ഡയമെൻഷനുമായി മേലത്തെ ഡയമെൻഷനും ആയിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിത് നോക്കേണ്ടത് സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ്. നമ്മൾ റീറ്റെയിനിങ് വോൾ ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി അനാലിസിസ് എന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ, അതിന് ആദ്യം നമുക്ക് സോയിൽ പ്രഷർ അറിയണം. നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം ബോട്ടം ഓഫ് ബേസ് സ്ലാബിലെ സോയിൽ പ്രഷർ എത്ര? ബോട്ടം ഓഫ് ബേസ് സ്ലാബിലെ സോയിൽ പ്രഷർ അല്ലേ? നമ്മൾ എന്താണ്? കെ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച്. കെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1/3. ഗാമ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ നമുക്കറിയാം 16 ഇൻറ്റു ഹൈറ്റ് 5.25. ഈ 73.5 അല്ല കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് 28 സംതിങ് ആണ് കിട്ടുന്നത് കേട്ടോ. 28 kN/m². ഒന്ന് ചെക്ക് ചെയ്തേക്കണേ, കാൽക്കുലേറ്റർ വെച്ചിട്ട് കിട്ടുന്ന 28 kN/m² ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇവിടെ നമ്മൾ ടോട്ടൽ ലോഡ് അപ്വേർഡ് എത്ര, ഡൗൺവേർഡ് ടോട്ടലിലൂടെ എത്ര അടിക്കുന്നു, ടോട്ടൽ മൊമെൻറ്റ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് സ്റ്റെബിലിറ്റി അനാലിസിസിന് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ബിക്കോസ് തിയറി പാർട്ട് നിങ്ങൾ കണ്ടവർക്ക് അറിയായിരിക്കും, അതിൽ റെസ്റ്റോറിങ് മൊമെൻറ്റും ഓവർടേണിങ് മൊമെൻറ്റിനെയും കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ലോഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഓരോന്നിൻ്റെയും ഏരിയ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദിസ് മൂവ്മെൻറ്റ്. അതിനുള്ള കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ ഒരുപാട് പാർട്ടുണ്ട്, അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡിവൈഡ് ചെയ്താണ് ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു ഡിവൈഡ് ദിസ് റിട്ടേണിംഗ് വോൾ കമ്മിങ് ഇൻറ്റു ഡിഫറെൻറ്റ് പാർട്സ്. അതായത് എടുക്കുക, ഈ നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടായിരിക്കും നമ്മളെ റിട്ടേണിംഗ് വോളിൻ്റെ സ്റ്റെമ്പ് ബെൻഡ് ചെയ്യാനുള്ള സാധ്യത? എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇവിടെ നമുക്ക് സോയിൽ ഇരിപ്പുണ്ട്. തിയറി പാർട്ടിൽ ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് സോയിൽ പ്രഷർ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഏത് സൈഡ്? ഹീൽ സൈഡാണ് നമ്മളെ ബാക്ക് വീൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഡ്യൂ ടു ദി സോയിൽ പ്രഷർ വാട്ട് ഹാപ്പൻ? ടെൻഷൻ വിൽ ബി മോർ, റൈറ്റ്? അങ്ങനെ ആകുമ്പോൾ ഇങ്ങോട്ട് നമുക്ക് ബെൻഡ് ചെയ്യും. അതിൽ തിയറി പാർട്ട് ഞാൻ പോകുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം എങ്ങോട്ടൊക്കെ ബെൻഡിങ് ആവുന്നുണ്ട് എന്ന്. അത് ആ തിയറി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത തിയറി പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരിക്കലും കാണാൻ നോക്കണം. ഓക്കെ, റൈറ്റ്. ഇനി സ്റ്റെബിലിറ്റി അനാലിസിസ് വരുമ്പോൾ നമുക്കിപ്പോൾ ഡിവൈഡ് ചെയ്യണം. നമ്മളിപ്പം എല്ലാം അവിടെ വരച്ച് വെച്ചിട്ടില്ലേ, അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓരോ കമ്പണൻ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനത്തെ ഷേപ്പായിട്ട് ഇത് റെക്റ്റാങ്കുലർ ആയിട്ടും ഇത് ട്രയാങ്കുലർ ആയിട്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേരിടാം. ഇങ്ങനെ തന്നെ പേരിടുന്നൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. 1 2 ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ടല്ലേ, 3 പാർട്ട്, ഇത് 4th പാർട്ട്, ഇത് മൊത്തത്തിൽ 5th പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ റിട്ടേണിംഗ് വാളിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സ്ലോപ്പ് കൊടുക്കാതെ വെറും റെക്റ്റാങ്കിൾ മാത്രമേ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്നും വേണ്ട, ഇത് റെക്റ്റാങ്കിൾ പാർട്ടായിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി, പാർട്ടായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരച്ച് വയ്ക്കുന്നുണ്ട്. വി ഹാവ് ടു ഡിവൈഡ് ഇൻറ്റു റെക്റ്റാങ്കുലർ പാർട്ട് ആസ് വെൽ ആസ് ട്രയാങ്കുലർ പാർട്ട്. ഇവിടെ ഒരു ട്രയാങ്കുലർ പാർട്ട് വരും, പിന്നെ ഇതൊരു റെക്റ്റാങ്കുലർ പാർട്ട്, ഇതൊരു റെക്റ്റാങ്കുലർ പാർട്ട്. അപ്പോൾ 5 ആയിട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഏരിയ നമുക്കറിയാമല്ലോ, റെക്റ്റാങ്കുലർ ആണ്. L ഇൻറ്റു ബി. ഇവിടെ ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. റെക്റ്റാങ്കുലർ ഏരിയ L ഇൻറ്റു ബി, റൈറ്റ്? അതാണല്ലോ, അത്രയേ ഉള്ളൂ. അതാണ് നമ്മളെ എന്ത്? ലോഡിൻ്റെ കൂടെ എന്തും കൂടെ ആയിട്ട് വരുന്ന യൂണിറ്റിനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
കൂടാതെ യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ആണെങ്കിൽ സോയിൽ. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ W1ഉം W2 നമ്മൾ ചെയ്യുമ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ആണ് ഇട്ടുള്ളത്, ബിക്കോസ് ദ മെറ്റീരിയൽ ഈസ് കോൺക്രീറ്റ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ സോയിലാണ് ഇരിക്കുന്നത് അല്ലേ, ഇത് സോയിലല്ലേ, അപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഇട്ട് കൊടുക്കണം, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഇട്ട് കൊടുക്കണം, ഇവിടെ യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പം ഒന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ജോമെട്രിക്കൽ ഷേപ്പായിട്ട് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ആയിരിക്കും. ആ ഏരിയയുടെ ഫോർമുലയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ബിക്കോസ് നമുക്ക് ഡയമെൻഷൻസ് അറിയാം, നമുക്ക് എന്ത് കിട്ടും, ലോഡ് കിട്ടും. എന്നിട്ട് ഡിസ്റ്റൻസ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ, ഇവിടെ ആണെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്യാൻ, ഇവിടെ കൺസിഡർ ചെയ്യാം, എവിടെയാണ് കൺസിഡർ ചെയ്യുന്നത് കുഴപ്പമില്ല. ഈ പോയിന്റാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ W1 ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇതുവരെ. ഓക്കെ, അപ്പോൾ B/2 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൊമെൻറ്റ് കിട്ടും. അത്രയാണ് നമ്മളിവിടെ ഈ ടാബിൾ കോളം ഫോർമാറ്റിൽ ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം. ലോഡ് കാൽക്കുലേഷൻ W1 എന്ന് പറയുമ്പോൾ ഏതാണ്, ഇതാണ് ഈ റെക്റ്റാങ്കുലർ പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ W1ൻ്റെ ഫോർമുല നമുക്കറിയാമല്ലോ, 4.8 ഹൈറ്റ് 4.85 ഇൻറ്റു ദിസ് വൺ, ഇത്രയടാ 4.85 നെക്സ്റ്റ് 0.20 ഇൻറ്റു യൂണിറ്റ് ലെന്ത് ഇൻറ്റു 1 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ്. എത്രയാണ് തന്നേക്കുന്നത്, ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് എത്ര, 25. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ അറിയാമല്ലോ, 25. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി W2 ആണെങ്കിൽ എങ്ങനെയായിരിക്കും എടുക്കുന്നത്, ട്രയാങ്കിളാണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു 25. ഇനി W3 എന്തായിരിക്കും എടുക്കുന്നതും, അത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ടോട്ടൽ ഹൈറ്റ്. ഈ 0.15 എങ്ങനെയൊക്കെ വരുന്നതെന്ന് മനസ്സിലാകുന്നല്ലോ. ഓൾറെഡി നമുക്കിവിടെ ഡയമെൻഷൻസ് ഉണ്ട്, ഇല്ലാത്ത ഡയമെൻഷൻ മൈനസ് ചെയ്ത് എടുത്തിട്ടാണ് ഇത് ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ ഫുൾ ലെന്ത് അറിയാം, ഇതിൻ്റെ D അറിയാം, ഇതിൻ്റെ ടോപ്പ് അറിയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ 0.15 1.65 മൈനസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ്. അത് നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ജസ്റ്റ് മൈനസ് പ്ലസിൻ്റെ കാൽക്കുലേഷനേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് പോകാത്തത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് അല്ല, ഇത് സോയിലാണ്. അപ്പോൾ എന്താവും, മാറും. 16 യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലായിരിക്കും ഇട്ട് കൊടുക്കുന്നത്, മണ്ണാണ് ആ മെറ്റീരിയൽ എടുക്കുന്നത്. W4 റെക്റ്റാങ്കുലർ സെക്ഷനാണ്. റെക്റ്റാങ്കുലർ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് എത്ര, 3 ഇൻറ്റു ഈ ഹൈറ്റ് ഇൻറ്റു സോയിലാണ് ഇൻറ്റു 16, റൈറ്റ്. എന്താ 3 ഇൻറ്റു 0.4 ഇൻറ്റു 1 ഇൻറ്റു 25. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഫോർത്ത് പാർട്ട് ഇത് റെക്റ്റാങ്കുലറായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നു. ഓക്കെ, ഇപ്പോൾ 1.65 ഉണ്ട്, 4.85ൻ്റെ ഹൈറ്റ് ഇൻറ്റു 1 ഇൻറ്റു 16, ബിക്കോസ് സോയിലാണ്, മാറിപ്പോകരുത്. 25 അല്ല 16 ആണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ. മെറ്റീരിയൽ ഇവിടെ സോയിലാണ്. W5 വരുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, ഇതാണ് W5. റെക്റ്റാങ്കുലർ അല്ലേ, അഗെയിൻ റെക്റ്റാങ്കുലർ അല്ലേ, 3 ഇൻറ്റു 0.4 ഇൻറ്റു കോൺക്രീറ്റ് ആണ് മെറ്റീരിയൽ ഇൻറ്റു 25. അപ്പം നമുക്ക് എല്ലാത്തിനും ലോഡ് എടുക്കുമോ, അപ്പോൾ W is equal to ഇവിടെ കൂട്ടി വെച്ചിട്ട് ടോട്ടൽ ലോഡ് നമുക്ക് കിട്ടി. ദീസ് ഓൾ ടോട്ടൽ ലോഡ് ആക്ടിങ് എങ്ങനെയാണ്, ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, റൈറ്റ്. ഇനി ഇതിവിടെ നിൽക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇനി ഡിസ്റ്റൻസ് ഫ്രം ഓയിന്ന് എത്ര ഡിസ്റ്റൻസ്, ഇതിന് എത്ര ഡിസ്റ്റൻസ്, W1 റെക്റ്റാങ്കുലർ സെക്ഷൻ എടുക്കുക, ഇന്ന് നേരെ ഇങ്ങോട്ട് വരിക. ഓക്കെ ആണല്ലോ, അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, 1 + 0.2 / 2. എങ്ങനെയാണ് 1 + 0, ഇത് 3 1 ആണ്, റൈറ്റ്. ഇതിൻ്റെ പകുതി 0.2, ഇത് ഫുൾ, അപ്പോൾ ഇതിൻ്റെ പകുതി ആകുമ്പോൾ 0.2 / 2. സോ 1 + 0.2 / 2 ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ വേണ്ടേ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് നമ്മൾ ലോഡ്. അപ്പോൾ W1 ഇൻറ്റു ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ചെയ്തേക്കുന്നത്. അങ്ങനെ എല്ലാത്തിനെയും കണ്ടുപിടിക്കണം. അടുത്ത W2 നോക്കുക, ഇതാണല്ലോ W2. അപ്പോൾ W2 എന്ന് പറയുമ്പം ഇത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എത്ര എഴുതിയേക്കുന്നത് നമുക്ക്, 1 + ഈ 1 + ഈ 0.2 വരും, പ്ലസ് ഇത്രയും നമുക്ക് പറയുന്നത് 0.35 0.35 അല്ല, ഇത് 0.15 / 2. അപ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാത്തിനും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി നോക്കി, ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൊമെൻറ്റ് കിട്ടും. ഈ മൊമെൻ്റ് എല്ലാം എങ്ങനെയാണ്, ഈ ഇപ്പം എന്തുകൊണ്ട് കിട്ടിയ ഡൗൺലോഡ് മൊമെൻറ്റ് ഫോഴ്സ് ഉള്ള സാധനമാണ്. ഇതെല്ലാം ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് ഡൗൺവേർഡ് ലോഡും ഇതാകുമ്പം ആൻറ്റി ക്ലോക്ക് വൈസിലും ആയിരിക്കും നമുക്ക് സംഭവം നടക്കുന്നത്. ഇനി പി ആണ്. പി എന്ന് പറയുമ്പോൾ സോയിൽ പ്രഷറാണ്. സോയിൽ പ്രഷർ എന്ന് പറയുമ്പം ഏതാണ്, ഫോർ എക്സാമ്പിൾ ഇതാണല്ലോ നമ്മൾ എടുക്കുന്നത്, ഇത് ഓക്കെ. ഇവിടെ ഹാഫ് ഇൻറ്റു ട്രയാങ്കിളാണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു
ഹൈറ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ 73.5 അല്ല, കാൽക്കുലേഷൻ മിസ്റ്റേക്കാണ്. 28 ആണ്. നമ്മൾ K ഇൻറ്റു ഗാമൻ്റെ എയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ മിസ്റ്റേക്കായിട്ടാണ് ഇട്ട് വെച്ചേക്കുന്നത്. നമുക്ക് എത്രയാണ്? 28 ആണ് കറക്റ്റ് ആൻസർ. അതൊന്ന് കറക്റ്റ് ചെയ്തോണം കേട്ടോ. ഇവിടെ അല്ല, അവിടുത്തെ ഇതിൽ മാറ്റിയിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ 5.25, ഈ ടോട്ടൽ ഹൈറ്റ് ഇതുവരെയുള്ള 5.25 ഇൻറ്റു 1. ഓക്കെ റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ കിട്ടും. അപ്പം അതിന് ടോട്ടൽ എത്രയാണെന്ന് കിട്ടി. ഇത് പക്ഷേ അപ്വേർഡായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ടോട്ടൽ ലോഡൊക്കെ ഒന്നായിട്ടും ഈ സോയിൽ പ്രഷറിൻ്റെത് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5.25/3 ഇവിടെ നിന്ന്. ഓക്കെ, O പോയിൻറ്റിനുള്ളതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് 5.25/3. ഓക്കെ റൈറ്റ്. ഇവിടത്തതാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന ഈ പ്രഷർ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇത് ഇവിടെയാണ്. ബിക്കോസ് ബേസ് ലെവലിൻ്റെ താഴെയുള്ള പ്രഷർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു 1 ഇൻറ്റു 5.25 ഇൻറ്റു /3. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് ദിസ് പോയിൻറ്റ് O എന്നാകുമ്പം ഇത് ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതും കിട്ടി. ഓക്കെ. അപ്പം ഇവിടുത്തെ മൊമെൻറ്റും ആയി റൈറ്റ്. അപ്പം എല്ലാ മൊമെൻറ്റും ആയി. ഇനി നമുക്ക് വേണ്ടത് നെറ്റ് മൊമെൻ്റാണ് വേണ്ടത്. നെറ്റ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ആക്ട് ചെയ്ത് കൊണ്ടുവരുന്നുള്ള ഡൗൺലോഡ് ഫോഴ്സ് കൊണ്ട് വരുന്നുള്ള മൂവ്മെൻറ്റ് എത്രയാണ്? 369.08 മൈനസ് വേറെ ഡയറക്ഷനിലല്ലേ അടുത്തത് പ്രഷർ അടിക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ മൈനസ് 128.625 ഇക്വിലിബ്രിയം ഈക്വൽ ടു ഇത് കിട്ടി. ഇതാണ് നമ്മൾ നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്, ദിസ് ഈസ് എ നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ്. ടോട്ടൽ ലോഡ് നമുക്ക് എത്രയാണ് വരുന്നത്? 197.204 ആണ് നമ്മളെ ടോട്ടൽ ലോഡ്. ഇത്രയും ആയിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതാണ്, ഈസിയാണ്, ഒന്നും ചെയ്യാനില്ല. ഡയഗ്രാം വരയ്ക്കുക, ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ്, അത് ജോമെട്രിക്കൽ ഷേപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക, നമ്പർ ഇടുക. എന്നിട്ട് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ലോഡെന്ന് ഇവിടെ പറയുമ്പോൾ അതിൻ്റെ ഏരിയ ആയിരിക്കും ഓരോ ജോമെട്രിക്കൽ ഷേപ്പിൻ്റെയും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏത് പോയിൻ്റാണോ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചെടുക്കുന്നത് അതായിരിക്കും, അവിടെ നിന്നായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ടു മൂവ്മെൻറ്റ്. ഡൗൺവേർഡ് ആയിട്ട് തന്നെ ഒരു മൂവ്മെൻറ്റ് ഒന്നായിട്ട് കിട്ടും. പിന്നെ സോയിൽ പ്രഷർ കൊണ്ടുവരുന്നത് ഒന്ന് കിട്ടും. അതിൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ബെൻഡിങ് മൂവ്മെൻറ്റ് കിട്ടും. ടോട്ടൽ ലോഡും ആയി. ഓക്കെ. ഇനി അടുത്തൊരു പാർട്ട് നമുക്കറിയേണ്ടത് ഇസ് ദറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്. ഇത് എങ്ങനെ വന്നു എന്ന് അറിയണം. ഈ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, എങ്ങനെ ഈസ് ഈക്വൽ ടു B/2 മൈനസ് Z വന്നു, ഇതിൻ്റെ ടേം എങ്ങനെയാണെന്ന് അറിയണം. ഇത് കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഡയഗ്രത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക്. ഇവിടെ ഈ ഇമേജ് ഒന്ന് എടുക്കുക. ഇത് ലോഡാവുന്നുണ്ടേ, ഇപ്പം എത്തും. അതിൽ കാണുമ്പോഴേ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഡയഗ്രത്തിൽ പ്രോപ്പറായിട്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല. നമുക്കറിയാം, ഇങ്ങനെ ഒരു റിട്ടേണിംഗ് വാൾ എടുക്കുക. കുറച്ചുകൂടെ വലുതാക്കി തരാം ഞാൻ. എടുക്കുക. ദിസ് ഈസ് എ സമ്മേഷൻ ഓഫ് ഓൾ വെർട്ടിക്കൽ ലോഡ്. ദിസ് ഈസ് ദ സമ്മേഷൻ ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ലോഡ്. സോ വാട്ട് അബൌട്ട് ദ റിസൾട്ടൻ? ഇങ്ങനെ ആയിരിക്കും റിസൾട്ടൻ ആക്ട് ചെയ്യുന്നത്, ഇൻക്ലിൻഡായിട്ട് ആണല്ലോ. അതാണ് ഈ റിസൾട്ടൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നത്. ഫൈൻ. ഇനി എനി പോയിന്റ് യു ക്യാൻ ടേക്ക്. ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം. നമുക്ക് എപ്പോഴും ലോങ് സൈഡിൽ നിന്ന് എടുക്കാം. അപ്പം ഈ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് ഇവിടെ നിന്ന് ഈ സിഗ്മ വീര സെൻറ്റർ അല്ലെങ്കിൽ ഈ റിട്ടേണിംഗ് വാളിൻ്റെ ഇതായിരിക്കില്ലേ, ഈ റിസൾട്ടൻറ്റ് സെൻറ്റർ വരെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ബാർ എന്ന് എടുക്കുന്നു. ഓക്കെ, എന്തായിട്ട് എടുക്കുന്നത്? എക്സ് ബാർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്, റൈറ്റ്. ദെൻ എസെൻട്രിസിറ്റി എന്തായിരിക്കും? ഇതിൻ്റെ ബാലൻസ് ഉള്ളതായിരിക്കും നമ്മളെ എസെൻട്രിസിറ്റി. എസെൻട്രിസിറ്റി മീൻസ് നമുക്കറിയാം. അതിന് മുമ്പ് ഒരു കാര്യം കുറയാണ്ട്, ദറ്റ് ഈ റിസൾട്ടൻ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ദ റിസൾട്ടൻ ഓർ ഷുഡ് fall at middle third of the base. ഇതൊരു റൂളാണ്, കോഡിലുള്ളതാണ്. ദിസ് റിസൾട്ടൻ ഓർ ഓൾവേസ് ഷുഡ് ഫോൾ അറ്റ് മിഡിൽ തേർഡ് ഓഫ് ദ ബേസ്. അതുകൊണ്ടാണ് ഈ ബേസ് ലാബിനെ ഇങ്ങനെ B/3 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ദിസ് എസ് ബാർ എന്ന് പറയുന്നത് ഇസ് എ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് റിസൾട്ടൻറ്റ് ഫ്രം ദ ടോപ്പ് പോയിന്റ് എ. ഇത് നമ്മൾ ടോപ്പ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എസ് ബാർ നമ്മളുടെ ലെറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. എ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് റിസൾട്ടൻറ്റ്. ഇതാണ് റിസൾട്ടൻറ്റ് വിടുന്ന പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ടോപ്പ് പോയിന്റ് എ. സോ വാട്ട് അബൌട്ട് ദ എസെൻട്രിസിറ്റി? അങ്ങനെയാണെങ്കിൽ അതായത് ഈ B/2 വരെയാണ്, ഈ സെൻട്രലിലാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തേക്കുന്നത്? ഇവിടെ കണ്ടോ, ഇവിടെ ഇത് ഫുൾ B ആണ്, ബേസ് വിഡ്ത്താണ്. ഇതിൻ്റെ പകുതി നമ്മളത് B/2
2 ആണ്. എന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് B/3 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. R ഷുഡ് ഫോൾ അറ്റ് മിഡിൽ തേർഡ് ഓഫ് ദ ബേസ്. അപ്പോൾ നമ്മൾ എസ് ബാർ ഇവിടെ വരെ കൊടുക്കണം. എവിടെയാണ് റിസൾട്ടൻറ്റ് ഫോളോ ചെയ്യുന്നത് അവിടെ വരെ നമ്മൾ എസ് ബാർ കൊടുക്കാൻ പറ്റുള്ളൂ. ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് റിസൾട്ട്, എവിടെയാണ് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ സ്ഥലം അവിടെ വരെ നമുക്ക് എസ് ബാർ കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ വരെ മാർക്ക് ചെയ്തേക്കുന്നത്. ബാക്കി ബാലൻസ് ആ സെൻറ്ററിൽ നിന്ന് എസ് ബാറിന് കുറച്ച് ബാലൻസ് ഉണ്ട്, അത് നമ്മളെ എസെൻട്രിസിറ്റിയാണ്. ഓക്കെ, ഇ എന്ന് പറയും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യാം? ഇ ഈസ് ഈക്വൽ ടു ദിസ് B/2 മൈനസ് ദിസ് എസ് ബാർ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മൾ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അൾജിബ്രായിക് സം ഓഫ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫോഴ്സിന് നമുക്ക് റിസൾട്ടൻറ്റ് ഫോം ചെയ്യും. ആ റിസൾട്ടൻറ്റ് ഷുഡ് ഫോളോ അറ്റ് മിഡിൽ തേർഡ് ഓഫ് ദ ബേസിൽ ഫോളോ ചെയ്യും. അതുകൊണ്ടാണ് B/3 അത് മെക്കാനിക്സിൻ്റെ റൂളാണ്. അതിൻ്റെ കൂടെ എസ് ബാർ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? എസ് ബാർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ റിസൾട്ടൻറ്റ് ഫ്രം ദ 2 പോയിൻ്റ് ആണ്. സോ എസെൻട്രിസിറ്റിൻ്റെ സെൻറ്റർ ഫോളോ ചെയ്യും. അതിൻ്റെ ബാലൻസ് ഉള്ളത് ഇ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എസെൻട്രിസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇ ഈസ് ഈക്വൽ ടു B/2 മൈനസ് ദിസ് എസ് ബാർ. ഓക്കെ, ഇതാണ് അതിൻ്റെ ടേം. ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ഡയഗ്രമാറ്റിക് ഫോം. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വച്ചേക്കണേ, അതിൽ ക്ലിയർ ആയിട്ടില്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് പഴയതിലോട്ട് പോകാം. കണ്ടോ, ഇതാണ് E ഈസ് ഈക്വൽ ടു B/2 മൈനസ് ഇസെഡ് ബാർ എന്ന് നമുക്ക് കൊടുത്തേക്കുന്നത്. ആ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും കറക്റ്റ്. അപ്പം ബി നമുക്കറിയാം, 2 അറിയാം. ദെൻ ഇസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ റിസൾട്ട് ഫ്രം O എന്ന് പറഞ്ഞില്ലേ, അത് ആരാണ്? നമ്മൾ ഓൾറെഡി നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട, ഡിവൈഡഡ് ബൈ W, ടോട്ടൽ ലോഡ് കിട്ടുമ്പോൾ നമുക്ക് അത് കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ ഇസെറ്റ് എന്ന് മാർക്ക് ചെയ്തേക്കുന്നു. പക്ഷെ അവിടെ നോക്ക്, നമ്മൾ അവിടെ എന്താണ് മാർക്ക് ചെയ്തിരുന്നത്? ഒന്നും കൂടെ നോക്കാം. ഈസിക്കറ്റ് B/2 മൈനസ് എക്സ് ബാർ. അവിടെ മാർക്ക് ചെയ്തേക്കുന്നത് എന്താണ്? ഇസെറ്റ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്തേക്കുന്നത്. അത്രയേ ഉള്ളൂ. ഈസിക്കറ്റ് B/2 മൈനസ് ഇസെറ്റ് എക്സ് ബാർ. ഇങ്ങനെയും കണ്ടുപിടിക്കാം, ആ മെത്തേഡിലും കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിളായിട്ട് തോന്നുന്നു അതിലോട്ട് പോവുക. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എടുക്കേണ്ടത്, ആ B/3 ലോഡ് എടുക്കുന്നത് എങ്ങനെ, ആ B/2 എങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നത്, ആ ഒരു ചെറിയൊരു ഡെറിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇതിലോട്ട് പോയത്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വച്ചേക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാനിത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഈ റെക്കോർഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ സൗകര്യമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് ചിലവർക്ക് നോട്ട് ചെയ്യാൻ പറ്റിക്കാണത്തില്ല, അത് ഇരുന്ന് നോക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിക്കാണത്തില്ല. അതുകൊണ്ട് ഈ സെയിം റെക്കോർഡ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് പറയുന്ന സാധനം ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. അപ്പം കുറച്ചും കൂടി നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അത് കിട്ടും. ഇനി എന്തുകൊണ്ട് ഈ B/6 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ കോഡ് എടുത്ത് നോക്കും, നിങ്ങൾക്ക് അറിയാം. ACIയിലും ഉണ്ട്, അല്ലാതെ റിട്ടേണിംഗ് വോൾ കോഡിലും ഉണ്ട്. എപ്പോഴും പറയുന്നത് എസെൻട്രിസിറ്റി ഷുഡ് ബി ലെസ് ദൻ B/6 ആയിരിക്കണം. അത് റിട്ടേണിംഗ് വോളിൻ്റെ റൂളാണ്. റിസൾട്ടൻറ്റ് ഫോൾസ് വിത്തിൻ ദ മിഡിൽ തേർഡ് റൂളാണ്. അതും കൂടെ യോജിക്കാം. കൂടാതെ നമ്മൾ കോഡ് പറയുന്നത് ചെക്ക് ചെയ്തിരിക്കണം, ഈ ഷുഡ് ബി ലെസ് ദൻ B/6. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ B നമുക്കറിയാം കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സേഫ്, ഇഫ് നോട്ട് സേഫ് അല്ല, നമ്മൾ ചിലപ്പോൾ റീഡിസൈനിലോട്ട് പോകേണ്ടി വരും. ഇനി ഈ സാധനങ്ങൾ നിങ്ങൾക്കറിയാം. മാക്സിമം പ്രഷറും കണ്ടുപിടിക്കണം, മിനിമം പ്രഷറും കണ്ടുപിടിക്കണം. Pmax ആൻഡ് Pmin നമുക്കറിയാം. ഇവിടെ പ്രഷർ അടിക്കുമ്പോൾ ലീനിയറി വേരിയ ഇങ്ങനെയായിരിക്കും ട്രയാങ്കിൾ ഫോർമാറ്റിൽ കിട്ടുന്നത്. ഒരു സൈഡ് ഇന്ന് ലീനിയറായിട്ട് വേരി ആയിക്കൊണ്ടേ വരുന്നത്, മിനിമം ടു മാക്സിമം ആയിക്കൊണ്ടേയിരിക്കും. റൈറ്റ്, ഇങ്ങനെ ആണല്ലോ, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഒരിടത്ത് മാക്സിമം പ്രഷറും ഉണ്ടാവും, ഒരിടത്ത് മിനിമം പ്രഷറും ഉണ്ടാവും. അത് നമുക്ക് ഈ സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. GTയിലെ മെത്തേഡ് പോലെ തന്നെ. എന്താണ്? Pmax ഇസ് ഈക്വൽ ടു, ഫോർമുല അറിയാമല്ലോ, W/B × 1 ± 6C / B എന്നാണ് നമ്മൾ ഇടുന്നത്. പ്ലസ് P മാക്സിമത്തിനും മൈനസ് P മിനിമത്തിനും. ഡേറ്റാസ് നമുക്ക് മൊത്തം അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, ഞാൻ തിയറി പാർട്ടി പറഞ്ഞു, ദ Pmax ഷുഡ് ലെസ് ദാൻ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ആയിരിക്കണം, ആൻഡ് P മിനിമം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇത് 2 കണ്ടീഷനും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ഇത് സേഫ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് സേഫായിരിക്കില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 3 കാര്യങ്ങളാണ് ചെക്ക് ചെയ്തത്. സ്റ്റെബിലിറ്റി അനാലിസിസ് പോയി, എന്നിട്ട് നമുക്ക് ഈ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നത്. അതും ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മനസ്സിലാവും. അപ്പോൾ നമുക്ക് എസെൻട്രിസിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് ഷുഡ് ബി ചെക്ക്ഡ് വിത്ത് B/6, ദെൻ Pmax, P മിനിമം ചെക്ക് ചെയ്യുക. 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇഫ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദെൻ ഓക്കെ, നോ പ്രോബ്ലം, യു ക്യാൻ പ്രൊസീഡ്. ഇനി സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ
ഡയമെൻഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഡയമെൻഷൻ കൂട്ടി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് കൊടുക്കേണ്ടി ട്രയൽ എടുത്തായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇപ്പോൾ സേഫാണ്, ഇഷ്യൂസ് ഒന്നുമില്ല, നമുക്ക് പോവാം. ഇനി നമ്മൾ അടുത്ത ജോലി എന്താണ്? ഈ സ്റ്റെബിലിറ്റി അനാലിസിസിൻ്റെ മെയിൻ 3 പേരുണ്ട് അല്ലേ? തിയറിയിൽ ഡിസ്കസ് ചെയ്ത പോലെ സ്ലൈഡിങ് നമുക്ക് നോക്കണം, ഓവർ ടേണിങ് നോക്കണം, പിന്നെ നമ്മളിവിടെ ഓൾറെഡി ഒന്ന് നോക്കിക്കഴിഞ്ഞു, എന്താണ് മാക്സിമം പ്രഷറും മിനിമം പ്രഷറിനുള്ള ചെക്ക് നോക്കി. ഇനി 2 ബാലൻസ് നമുക്കുണ്ട്, സ്ലൈഡിങ്ങും ഉണ്ട്, ഓവർ ടേണിങ്ങും ഉണ്ട്. പക്ഷേ സ്ലൈഡിങ് ചെയ്യുമ്പോൾ നമ്മൾ തിയറിയിൽ പറഞ്ഞിരുന്ന ഫോർമുല mu × W/P, ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ് 0.9 ആഡ് ചെയ്തേക്കുന്നത്. മ്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.60 ഇൻറ്റു W നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ? ടോട്ടൽ ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നത് 197 പോയിൻറ്റ് സംതിങ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടൽ ലോഡ് W ആക്ട് ചെയ്യുന്നത് ഈ ടാബ്ലറ്റ് കോളത്തിലുണ്ട് കേട്ടോ. 197 ടോട്ടൽ ഡൗൺവേർഡ് ലോഡ് ആക്ടിങ് ഓൺ ഇറ്റ്, അതാണ് W. സോ അത് നമ്മളെ കയ്യിൽ ഉണ്ട്, നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. 197.9 ഡിവൈഡഡ് ബൈ 3. ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 73.5 ഇവിടെ ടാബ്ലോ കോളത്തിലുണ്ട് 73.5. ഓക്കെ, കിട്ടിയോ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതെങ്ങനെ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.4 ആയിരിക്കണം. എന്നാൽ മാത്രമേ സ്ലൈഡിങ്ങിന് സേഫ്, അല്ലെങ്കിൽ സേഫ് അല്ല, റീഡിസൈൻ ചെയ്യേണ്ടി വരും. ഇനി ഓവർ ടേണിങ് പോകുമ്പോൾ നമുക്കറിയാം റെസ്റ്റോറിങ് മൂവ്മെൻറ്റ് ഡിവൈഡ് ബൈ ഓവർ ടേണിങ് മൂവ്മെൻ്റ് ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ് 0.9. ഹൂ ഈസ് റെസ്റ്റോറിങ് മൂവ്മെൻറ്റ്? റെസ്റ്റോറിങ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഉണ്ട്, ഇതാണ് റെസ്റ്റോറിങ് മൂവ്മെൻറ്റ്. ടോട്ടൽ ലോഡ് കൊണ്ട്, ഡൗൺവേർഡ് ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന മൂവ്മെൻറ്റ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റെസ്റ്റോറിങ് മൂവ്മെൻറ്റ്. 369.08 അതാണ് നമ്മുടെ റെസ്റ്റോറിങ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൂ ഈസ് ഓവർ ടേണിങ് മൂവ്മെൻറ്റ്? ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത് ആരാ? സി, റിസ്റ്റോറിങ് മൂവ്മെൻറ്റ് ഡൗൺലോഡ് ലോഡ് കൊണ്ട് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്. ദെൻ ഹൂ ഈസ് ഓവർ ടേണിങ് മൂവ്മെൻറ്റ്? ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? സി, ദിസ് വൺ, ഇവരാണ്. ഈ പ്രഷർ കൊണ്ട് ഉണ്ടാകുന്ന, സോയിൽ പ്രഷർ കൊണ്ടാണ് ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായിരിക്കുമല്ലോ നമ്മളെ ഓവർ ടേണിങ് മൂവ്മെൻറ്റ് ഇവിടെ കണ്ടുപിടിച്ചത്. അതാണ് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ടാബ്ലറ്റ് കൊടുത്തിട്ടേക്കുന്നത് 128.625. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി ഈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.2 ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് സേഫ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അൺസേഫാണ്. ഓക്കെ, ക്ലിയർ? ഇനി സിമ്പിൾ സ്റ്റെബിലിറ്റി അനാലിസിസ് എളുപ്പം ചെയ്യാം നിങ്ങൾക്ക്. ഏതൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ചെയ്യണം. ഇന്ന് സ്പെഷ്യൽ കൺസിഡറേഷൻ കമ്പൽസറി ആയിട്ട് കൊടുക്കണം. ഇത് സേഫ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഫെയിലർ ആണെങ്കിൽ ഫെയിൽ തന്നെയാണ്, റീഡിസൈൻ ചെയ്തേ പറ്റത്തുള്ളൂ. സോ വെരി സിമ്പിൾ. റിട്ടേണിംഗ് വോളിനെ ഡിവൈഡ് ഇൻ ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ ഷേപ്സ്, നമ്പർ ഇറ്റ്, ലോഡ് കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സോ യു വിൽ ഗെറ്റ് ദ മൊമെൻറ്റ്. ഇൻ മൊമെൻറ്റ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഡൗൺലോഡ് റിസൾട്ട് ലോഡ് കൊണ്ടുവരുന്നതിന് ഒരു മൂവ്മെൻ്റ് ആയിട്ടും ദെൻ പ്രഷർ കൊണ്ടുവരുന്നതിന് ഒരു മൂവ്മെൻ്റ് ആയിട്ട് എടുക്കുന്നു. സോ റെസ്റ്റോറിംഗ് മൂവ്മെൻ്റ് എന്നും പറയാം, ഇതിന് ഓവർ ടേണിംഗ് മൂവ്മെൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ വിൽ ഗെറ്റ് നെറ്റ് ബെൻഡിങ് മൂവ്മെൻറ്റ്, ടോട്ടൽ ലോഡ്. ദെൻ യു ഹാവ് ടു കാൽക്കുലേറ്റ് എസെൻസിറ്റി. അതെങ്ങനെയാണ് ഞാൻ അവിടുത്തെ ഫിഗർ കാണിച്ചു. ദെൻ യു ഹാവ് ടു ചെക്ക് ദ കണ്ടീഷൻ ഇ, പി മാക്സ്, പി മിനിമം, ദെൻ സ്ലൈഡിങ്, ഓവർ ടേണിംഗ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണെങ്കിൽ യു ക്യാൻ ഡിസൈൻ ഫസ്റ്റ് പഴയ മെത്തഡിലോട്ട് പോവാം. അപ്പം ഇത്രയും ഓവറോൾ കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തത് സ്റ്റെബിലിറ്റി അനാലിസിസ്. ഇപ്പോഴാണ് നമ്മൾ സ്റ്റെമ്പിലോട്ട് പോവുകയാണേ. ഇത് മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റി അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റെമ്പിലോട്ട് പോവാം. സ്റ്റീൽ ഡിസൈൻ ചെയ്യുക. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അൾട്ടിമേറ്റ് മൂവ്മെൻറ്റ്, റൈറ്റ്? 152.115. സോ ഡി റിക്വയർഡ് അറിയാം. അപ്പം ഇനി ഡി പ്രൊവൈഡഡ് എത്ര നോക്കി ചെക്ക് ചെയ്യണം. ഡി റിക്വയർഡ് 2/3 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡി പ്രൊവൈഡഡ് എത്രയാണ്? 350. നമ്മളവിടെ കണ്ടുപിടിച്ചില്ലേ? 350 മൈനസ് കവർ മൈനസ് മെയിൻ ബാർ ഡിവൈഡ് ബൈ 2. അപ്പോൾ എത്ര? 267 ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈസ് ഗ്രേറ്റർ ദാൻ ഡി റിക്വയർഡ്, ദെയർഫോർ സേഫ്, നോ പ്രോബ്ലം, വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദിസ്. ഇനി നമുക്ക് ഫോർമുല അറിയാം. IS 456 പേജ് നമ്പർ 96 ക്ലോസിൽ ഫോർമുല വെച്ചിട്ട് ഏരിയ സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ് AST എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓൺസ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കാം. എങ്ങനെ? AST ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് 1 ബാർ π/4 × d² ആകുമ്പോൾ നമുക്ക് എത്ര ബാർ കിട്ടും എന്നറിയാം. അത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 ബാർ കിട്ടുമായിരിക്കും. ഓക്കെ, ദെൻ സ്പേസിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ പഴയതുപോലെ. π/4 × ദാറ്റ് ഈസ് ഡയ ഓഫ് 1 ബാർ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻറ്റു 1000 ആണ് സ്പേസിങ്. π/4 × d² ഡിവൈഡ് ബൈ AST × 1000
കിട്ടി. നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് 1 നിയർ അബൌട്ട് 100 നിയർ അബൌട്ട് വരും. സോ 100 mm സെൻറ്റർ ടു സെൻറ്റർ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് ഒരിക്കലും മറക്കുന്നത് മെയിൻ ബാർ മിനിമം 16 mm എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. മെയിൻ ബാർ ഡിസ്ട്രിബ്യൂഷൻ ബാർ മിനിമം 8 mm എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 16 mm എടുത്തേക്കുന്നത്. സോ പ്രൊവൈഡ് 16 mm ടയർ ബാർസ് അറ്റ് സ്പേസിങ് കണ്ടുപിടിച്ചിട്ടുണ്ട് 100 mm CC to CC. അപ്പോൾ നമ്മൾ ഏത് കണ്ടുപിടിച്ചു? നമ്മൾ സ്റ്റെമ്പിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള മെയിൻ ബാർ കണ്ടുപിടിച്ചു. റൈറ്റ്? ഓക്കെ, ക്ലിയർ ചെയ്യാമല്ലോ. ഇപ്പം നമ്മൾ മെയിൻ ബാർ ഇവിടെ പ്രൊവൈഡ് ചെയ്തു കൊടുത്തു. ഡെവലപ്മെൻറ്റ് ലെന്തായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സോ ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് എന്താന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഈ സൈഡ് മെയിൻ ബാർ കൊടുത്തേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇതിനുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാസ് ഞാൻ തിയറി ക്ലാസ് യൂട്യൂബിൽ ഇട്ട് തന്നിട്ടുണ്ട് റീറ്റിന് പോലിനെ. അത് കൃത്യമായിട്ട് നോക്കണം, അതെന്താണ് റീസൺ ഈ സൈഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്നൊക്കെ. അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്ത കുട്ടികൾ ഇന്ന് തന്നെ കണ്ടേക്കുക. കണ്ട് മനസ്സിലാക്കിയാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഞാൻ പറയുന്നില്ല ഫുള്ള്, ബിക്കോസ് ആവശ്യമില്ല. ക്ലിയറായിട്ട് ഞാനത് വീഡിയോയിൽ ലെക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കർട്ടെയിൽമെൻറ്റിൽ പോവാം. കർട്ടെയിൽമെൻറ്റിൽ ചില പ്രോബ്ലംസ് ചെയ്യാറുണ്ട്, ചിലർ ചെയ്യാറില്ല. ഓക്കെ, അത് നിങ്ങൾ ടൈം വെച്ചിട്ട് നോക്കുക. ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷെ ചെയ്യുന്നത് നല്ലതാണ്. ബട്ട് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പം കർട്ടെയിൽമെൻറ്റ് ചെയ്യണം. യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോൾ ചെയ്യാൻ നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കർട്ടെയിൽമെൻറ്റ് ചെയ്യുന്നത്? വാട്ട് യു മീൻ ബൈ കർട്ടെയിൽമെൻറ്റ് അല്ലെങ്കിൽ കർട്ടെയിൽമെൻറ്റ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്കണോമൈസ് ദ ഡിസൈൻ ഓഫ് ഫ്ലെക്സ്ട്രൽ മെമ്പർ. നോട്ട് ഓൺലി ഫ്ലെക്സ്ട്രൽ മെമ്പർ, എനി മെമ്പർ ആവട്ടെ, എനി സ്ട്രക്ചറൽ മെമ്പർ ആവട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെൻസൈൽ ബാറിനെ കട്ടെയിൽ ചെയ്യാം. കട്ടെയിൽ മീൻസ് വാട്ട്? കട്ട് ഓഫ്. ടെൻസൈൽ ബാറിനെ കട്ട് ഓഫ് ദ സെക്ഷൻ ബിയോണ്ട് വിച്ച് ഇസ് നോ ലോങ്ങർ റിക്വയർഡ്, അല്ലെങ്കിൽ നോ ബാർ ഈസ് റിക്വയർഡ് ടു റെസിസ്റ്റ് എ ഫ്ലക്ചർ. അതായത് നമുക്ക് എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം എക്കണോമിക്കലി ആയിട്ടേ ഡിസൈൻ ചെയ്ത് കൊടുക്കാവൂ, ആർക്ക് ചെയ്ത് കൊടുത്താലും. അപ്പോൾ നമുക്കറിയാം എവിടെ ബെൻഡിങ് മൂവ്മെൻറ്റ് കൂടുതലുണ്ട്, എവിടെ ഫെയിലിയർ കൂടുതലുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അറിയാൻ പറ്റുമോ ഇല്ലേ? പറ്റും, ഡെഫിനറ്റ്ലി. ബിക്കോസ് ദ ബെൻഡിങ് മൂവ്മെൻറ്റ് റെഡ്യൂസസ് ടുവേഴ്സ് ദ ടോപ്പ്. ഇവിടുത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ബെൻഡിങ് മൂവ്മെൻറ്റ് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ടുവേഴ്സ് ദ ടോപ്പ് ഇറ്റ് ഗെറ്റ് റെഡ്യൂസ്. സിൻസ് ദ ബെൻഡിങ് മൂവ്മെൻറ്റ് റെഡ്യൂസസ് ടുവേഴ്സ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റം, ദ ഏരിയ റെയിൻഫോഴ്സ്മെൻറ്റ് ക്യാൻ ബി കൺസിഡർഡ് റെഡ്യൂസ്ഡ്. അപ്പം ഇവിടെയൊക്കെ ബെൻഡിങ് മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും, ഇങ്ങോട്ട് പോവുക ബെൻഡിങ് മൂവ്മെൻറ്റ് കുറയും. സോ ഇവിടെ കൊടുക്കുന്ന പോലത്തെ മെയിൻ ബാർ തന്നെ ഫുൾ ഇപ്പോൾ ഒരു 10 എണ്ണം ഇവിടെ കൊടുത്തെന്ന് വെച്ചോ, 10 എണ്ണം ഫുൾ ലെന്തിൽ ഇവിടെ റൺ ചെയ്യണമെന്നില്ല. ഇതിൻ്റെ പകുതി കട്ടിൽ ചെയ്യാം. ഇവിടെ 10 ഇവിടെ 10 എണ്ണം കൊടുക്കണം. പക്ഷേ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വെച്ച് എന്ത് ചെയ്യാം? കട്ട് ചെയ്തിട്ട് ആൾട്ടർനേറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 10 കിടക്കും, ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 5 എണ്ണം മതി. ദാറ്റ്സ് എനഫ്. വെറുതെ എല്ലാം കൂടെ അങ്ങ് ഫുൾ ലെങ്ത് ഇട്ട് കൊടുക്കാൻ ഒരുപാട് പൈസ ആവും. അപ്പോൾ നമുക്ക് എക്കണോമി ആക്കാൻ വേണ്ടിയിട്ട് കട്ടയിൽ ചെയ്യാം. അതിൻ്റെ റീസൺ നോക്കിയിട്ടേ ചെയ്യാവും. വെറുതെ കൊണ്ടുപോയി കട്ട് ചെയ്ത് കൊടുത്താൽ ഉള്ള ഫെയിലിയറൊക്കെ ഉണ്ടാവും. കട്ടയിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം മെയിൻ ഇമ്പോർട്ടൻറ്റ് എക്കണോമി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഈ കേസ് എടുക്കുമ്പം ഇവിടെ ബെൻഡിങ് മൂവ്മെൻറ്റ് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതലായിരിക്കും. ടുവേഴ്സ് ദ ടോപ്പ് ഇറ്റ് ഗെറ്റ് റെഡ്യൂസ്ഡ്. ദെയർഫോർ മോർ ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് ഇവിടെ ആവശ്യമില്ല. ഇവിടെയാണ് സ്ട്രോങ് ആയിട്ട് ആവേണ്ടത്. അപ്പം നമ്മൾ ഓൾറെഡി നമ്പർ ഓഫ് ബാർസ് 10 എണ്ണം കണ്ടുപിടിച്ച് വെച്ചു. നമുക്ക് വേണമെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് 5 ബാർസ് മേളിലോട്ട് പോകുന്ന പോലെ വെച്ചിട്ട് പക്ഷേ ഇവിടെ 10 എണ്ണം കിടക്കണം. ഇവിടെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വെച്ച് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ബാക്കി ഇവിടെ 5 എണ്ണം റൺ ചെയ്താൽ മതി. ഇറ്റ്സ് എക്കണോമിക്കൽ, മോർ ദാൻ ഇനഫ്. ഓക്കെ, അപ്പോൾ കർട്ടെയിൽമെൻറ്റ് ചെയ്യാനുള്ള ചെറിയൊരു ഡെറിവേഷനാണ് ഇവിടെ തന്നേക്കുന്നത്. അത് ചെയ്യണമെന്നില്ല, ബട്ട് ഇത് ഫോർമുല മതി നിങ്ങൾക്ക്. H1 = 3 × √1/2 × H. ഓക്കെ, ഇത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഡെറിവേഷൻ പോലെ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇത് മതി. ഇതിൽ നിന്ന് നമുക്ക് എത്ര ഹൈറ്റിൽ കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ എവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്? 3.85 കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3.85 മൈനസ് ചെയ്യണം കർട്ടെയിൽമെൻറ്റിൻ്റെ ആക്ച്വൽ ഡെപ്ത് ഓഫ് കർട്ടെയിൽമെൻറ്റ്. ഡെവലപ്മെൻറ്റ് ലെന്തിനെ കണ്ടുപിടിച്ചിട്ട് അതും കൂടെ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്തിട്ടാണ് ഈ 3.05 കിട്ടുന്നത്. ഇത് മേളിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. ഇത് അപ്പോൾ ഇവിടെ വരെ ഈ സാധനം കണ്ട കർട്ടെയിൽമെൻറ്റ് ചെയ്തേക്കുന്നുണ്ട ഇവിടെ ഈ പോയിന്റിലാണ്. ഇപ്പോൾ ഇവിടെ വരെ 1 2 3 4 5 6 ഇങ്ങനെ പോകും. ഫുൾ കൊടുക്കുന്നു. ഇവിടെ കണ്ട ആൾട്ടർനേറ്റ് ഇവിടെ ഒന്ന് പോയി ഇവിടെ കട്ട് ചെയ്ത് വിട്ടേക്കുന്നത് വേണ്ട.
അടുത്ത് ഇത് ഫുൾ ലെന്തിൽ പോയി, ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ ഫുൾ ലെന്തിൽ പോയി, ഇത് കട്ട് ചെയ്ത് ഫുൾ ലെന്തിൽ പോയി. അപ്പോൾ ഇവിടെ അതിൻ്റെ പകുതി മതി, 50% മതി. ഇതാണ് കട്ടിൽമെൻറ്റ്. അതിൻ്റെ ഹൈറ്റ് മാത്രം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഡെറിവേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഫോർമുല മാത്രം നമുക്ക് മതി, സമയം കാണത്തില്ല. ഈ ഫോർമുല വെച്ച് കണ്ടുപിടിച്ചിട്ട് ഇത്രയും ഹൈറ്റ്. ഈ ഡെവലപ്മെൻറ്റ് ലെന്ത് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഡെവലപ്മെൻറ്റ് ഇങ്ങനെ കറക്കി വിടണമല്ലോ, LD. അപ്പോൾ LD കണ്ടുപിടിക്കാനുള്ള ഫോർമുല കോഡിലുണ്ട്, 0.87 FI × 16 കോഡിൽ അറിയാലോ, അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ ആക്ച്വൽ ഡെപ്ത് അതും കൂടെ കൺസിഡർ ചെയ്യണം, എന്നാലേ കട്ടിൽമെൻറ്റിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇത് മൈനസ് ചെയ്യണമല്ലോ. അപ്പോൾ ഹൈറ്റ് മൈനസ് അറ്റൈൻമെൻറ്റ് ചെയ്യുമ്പോൾ 3.05 കിട്ടും. അതാണ് ഇവിടെ വരച്ചേക്കുന്നത്. റിട്ടേൺ വാൾ ഒരു സൈഡ് ഇട്ടാൽ മതി, രണ്ട് സൈഡ് ഇടണമെന്നില്ല. ഓക്കെ, ഇട്ട് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് എലിവേഷൻ കാണിച്ചിട്ടുണ്ട്. ഇത് വ്യൂ, ലോങ്ജിറ്റ്യൂഡിനൽ സെക്ഷൻ വ്യൂ ആണ് കാണിച്ചേക്കുന്നത്. ഇത് മെയിൻ ബാർ കേട്ടോ, ഇത് റൺ ചെയ്യുന്നതെല്ലാം മെയിൻ ബാറാണ്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ബാർ. മെയിൻ ബാർ 100 mm സെൻറ്റർ ടു സെൻറ്റർ ഫേസിംഗ് ആണ് കണ്ടുപിടിച്ചത്. 16 mm ഡയ ആണ്. കട്ടിൽമെൻറ്റ് ഹൈറ്റ്, അതിൻ്റെ മേളിൽ അൾട്ടർനേറ്റ് ബാർ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതാണ് സിമ്പിളായിട്ടാണ് വെച്ചത്, വെരി സിമ്പിൾ ടു സി. ഓക്കെ, ഇനി ഇതിന് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് AST = 0.12% ഓഫ് BD. നമുക്കറിയുന്ന സാധനമാണ്. അതുതന്നെ പ്രൊവൈഡ് 6 mm മിനിമം എത്ര പ്രൊവൈഡ്, 8 പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 6 mm ഇഷ്യൂസ് ഇല്ല, പക്ഷേ 8 പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കോളമൊക്കെ ആകുമ്പോഴാണ് മിനിമം 8 കൊടുക്കുന്നത്. 6 ആയാലും ഇഷ്യൂസ് ഇല്ല. 60 mm നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബാസ് അറ്റ് അതേപോലെ സ്പേസിങ്ങും കണ്ടുപിടിക്കുക, 160 mm ഓൺ ബോത്ത് സൈഡ്സ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം കിട്ടും. ആരതാണിത് നമ്മൾ വരച്ചേക്കുന്നത്, ഈ സ്റ്റെമ്പിൻ്റെയാണ് വരച്ചേക്കുന്നത്. ഈ ക്രോസ് ചെയ്തേക്കുന്നത് കണ്ടോ, ഇവിടെ റെയിൻഫോഴ്സ്മെൻറ്റ് ആൾട്ടർനേറ്റാണ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രോസ് ആണ്. ഇത് മെയിൻ ബാർ കാണിച്ചിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ബാർ കാണിച്ചിട്ടുണ്ട്. വെരി സിമ്പിളായിട്ട് നമുക്ക് ഡ്രോയിങ് വരയ്ക്കാം. ഓക്കെ, റൈറ്റ്. അപ്പം ഇത് കഴിഞ്ഞാണെങ്കിൽ ഡ്രോയിങ് വരയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. സിമ്പിൾ. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. റൈറ്റ്. ഓക്കെ, ഇത്രയാണ് കർട്ടൈൻമെൻറ്റ് കേസസിൽ നമുക്ക് പറയാനുള്ളത്. റൈറ്റ്. ഇനി നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെക്ക് ഫോർ ഷിയറും ചെയ്യണം. ബെന്നി മൊമെൻറ്റ് നമ്മൾ ചെയ്തു, എന്നിട്ട് അതിന് ചെക്ക് ചെയ്യണം. ചെക്ക് ഫോർ ഷിയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഫൗണ്ടേഷനിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഷിയർ സ്ട്രെസ് ഈസ് ചെക്ക്ഡ് അറ്റ് എ സെക്ഷൻ D ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? 267 അറിയാം. എബോവ് ദ ബേസ് ലാബ്. ഓക്കെ, എബോവ് ദ ബേസ് ലാബ്. ഇനി നമുക്ക് ആദ്യം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ട് നമുക്ക് ഈ ഷിയറിലോട്ട് വരാം. ഷിയർ ഫൗണ്ടേഷനിൽ ചെയ്തതുപോലെയാണ്, എന്നാലും ഞാൻ ഒരിക്കലും അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നിങ്ങൾ ഇതുവരെ നന്നായിട്ട് ഈ നോട്ട് വെച്ച് തന്നെ നോക്കുക, ഡൗട്ടുള്ളത് ക്ലിയർ ചെയ്യുക. ഓക്കെ, ചെയ്യാവുമായിരിക്കും എല്ലാവർക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, വെരി സിമ്പിൾ. അപ്പം നിങ്ങളിതൊന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ്, ഇനിയുള്ള സ്റ്റെപ്പ് എളുപ്പമാണ്, ഷിയർ ചെക്ക് ചെയ്യുക. പിന്നെ അടുത്തത് ടോ സ്ലാബ് ഹീൽ സ്ലാബാണ് ചെയ്യുന്നത്. ടോ സ്ലാബ് ഹീൽ സ്ലാബ് സ്റ്റെബിലിറ്റി അനാലിസിസ് ഒരിക്കലും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി. മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് എത്ര വേണം, ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെൻറ്റ് എത്ര വേണം, സിമ്പിൾ. ഇനിയുള്ളത് നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഒരു സെക്ഷനും കൂടെ ഞാൻ അത് പറഞ്ഞ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് ഫുൾ റെഡിയാവും. അപ്പോൾ വൺസ് ഈ ഒരു റിട്ടേൺ വാൾ പഠിക്കുകയാണെങ്കിൽ ഏത് റിട്ടേൺ വാളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു കമ്പൽസറി ക്വസ്റ്റ്യനും കൂടെ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തോടെ നമുക്ക് ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്കിനി ക്വസ്റ്റ്യൻ സെഷനിലോട്ട് പോകാം.